കർത്താവിൻ്റെ വലിയ ദാസനും ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു മാത്രമല്ല ഈ ഭവനത്തിലായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമ്മളെ ശക്തന്മാരാക്കി ദൈവം ദൈവത്തിന് വേണ്ടി മാത്രം ദൈവം നമ്മെ തെരഞ്ഞെടുത്ത വ്യക്തികളാണ്. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളുടെ നിവൃത്തിക്കായി ദൈവം ഈ വർഷം നമ്മളെ ആക്കാൻ പോവുകയാണ്. നമ്മളെ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഒരു പടിയുടെ ഉയരുവാൻ പോവുകയാണ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളല്ല, നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം മാറ്റിയിട്ട് കർത്താവിന് വേണ്ടിയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് ഒരു ചുവടിലൂടെ മുന്നോട്ട് വരും. അപ്പൊ അവന്റെ നാമത്തിന്റെ മഹത്വം എന്താണ്, അവന്റെ ശക്തിയുടെ വലിപ്പം എന്താണെന്നും അവന്റെ കൂടെ കൃപയുടെ മഹാധനം എന്താണെന്നും നമ്മളിൽ കൂടെ ദേശം അറിയുവാനിടയായി. നമ്മളിൽ കൂടെ അറിയേണ്ട ചില സത്യങ്ങൾ, നമ്മുടെ സഭയിൽ കൂടെ അറിയേണ്ട ചില സത്യങ്ങൾ ഈ ദേശത്തിനുണ്ട്. ഈ ദേശത്തിന് നമ്മളൊരു ആവശ്യമാണ്. ഞാൻ പ്രാഥമികമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആരാ എന്താണെന്ന് അറിയണ്ടേ. എൻ്റെ പേര് ബാബു ഡാനിയൽ എന്നാണ്. ഞാൻ ഇലവന്തിട്ട സ്വദേശിയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ 30 വർഷങ്ങളായി കർത്താവിൻ്റെ മുഖത്തുള്ള ശുശ്രൂഷയിൽ വടക്കേ ഇന്ത്യയിൽ ആയിരിക്കുന്നു. എനിക്ക് ഭാര്യയും 4 മക്കളുമുണ്ട്. 2 പെൺകുട്ടികൾ, മൂത്ത 2 പെൺകുട്ടികൾ അവർ വിവാഹിതരാണ്. ഇളയ 2 ആൺകുഞ്ഞുങ്ങളുണ്ട്. അതിലൊരു മകൻ്റെ കാല് സ്വാധീനമില്ലാത്ത കാലോട് കൂടി ഒരു കുഞ്ഞ് എനിക്കുണ്ട്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് 19 വയസ്സുണ്ട്. അവന് പ്രൈസ് ഇപ്പോൾ നടക്കാൻ സാധ്യത കർത്താവ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാനൊരു മ്യൂസിഷ്യനായിരുന്നു. ഞാനൊരു ഗിറ്റാറിസ്റ്റായിരുന്നു. പ്രൊഫഷണലായിട്ട് ഗിറ്റാർ വായിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ വളരെ വർഷങ്ങളായിട്ട് ഗാനങ്ങൾക്കും നാടകങ്ങൾക്കും ഒക്കെ വായിച്ചുകൊണ്ടിരുന്നു. ഫിലിം ഫീൽഡിൽ ഞാൻ 3.5 വർഷം ഞാൻ അവരോട് കൂടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനൊരു അവസരം ദൈവമായ കർത്താവ് ഒരുക്കിയത്. രക്ഷിക്കപ്പെട്ട ശേഷമായിട്ട് ഞാനും എന്നോടുകൂടെ ഉണ്ടായിരുന്ന വേറൊരാളുണ്ടായിരുന്നു, കലാഭവനിൽ പഠിച്ചുകൊണ്ടിരുന്ന സൈമൺ എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ഞങ്ങൾ ഒന്നിച്ച് കാണുവാൻ, ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ഞങ്ങൾ വെൺമണി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഒരു വീടെടുത്ത് താമസിച്ച് ഞങ്ങൾ പരസ്യയോഗങ്ങൾ നടത്തുവാൻ. ഞാൻ ഗിറ്റാർ വായിക്കുവാൻ, പാട്ട് പാടും. ഞാൻ പ്രൊഫഷണലായിട്ടുള്ള ഗിറ്റാറിസ്റ്റാണ്. അങ്ങനെ വായിക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ കൂടും. ഞങ്ങൾക്ക് ഒന്നും പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ സാക്ഷ്യം പറയും. ഞങ്ങൾ പാവി ദോഷികളുമായിരുന്നു, കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ബൈബിൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ മുളക്കര ബൈബിൾ കോളേജിൽ ഞങ്ങളെ കൊണ്ട് ചേർത്ത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ 1977-78 ആ സമയങ്ങളിൽ തന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പീറ്റർ എന്ന് പറയുന്ന ഒരു ഗായകൻ കേരളത്തിൽ വന്നു, തമിഴ്നാട്ടുകാരൻ. ഞങ്ങൾ നിർമ്മല എന്ന് പറഞ്ഞ സഹോദരിയെ കല്യാണം കഴിച്ച് പീറ്റർ നിർമ്മല. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ കൂടിയിട്ട്, ഞാനും സൈമനും പീറ്ററും ഞങ്ങളെല്ലാം കൂടെ കൂടി ഗോസ്പൽ ട്യൂണേഴ്സ് എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ ടീം ആരംഭിച്ചു. അങ്ങനെയാണ് പെന്തക്കോസ്ത് വളർത്തിയ ആദ്യത്തെ ഓർക്കസ്ട്രേഷൻ വെച്ചുള്ള ഒരു മ്യൂസിക് ടീമാണെന്ന് സഭാചരിത്രത്തിലൊക്കെ സാജു എഴുതിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകും. പാസ്റ്റർ വി എത്തമ്പിയോട് കൂടെയായിരുന്നു ഞങ്ങൾ പ്രാരംഭകാലങ്ങളിൽ. അതിനുശേഷമായിട്ട് ഞങ്ങൾ ടീമായിട്ട് KC ജോൺ എന്ന് പറയുന്ന ദൈവദാസൻ ഞങ്ങളെ നെടുമ്പുറത്ത് വിളിക്കുക. അവിടെ ഒരു റേഡിയോ പ്രോഗ്രാം നടത്താൻ ദൈവ അവസരമൊരുക്കി. ആ റേഡിയോ പ്രോഗ്രാമാണ് ഇന്ന് കാണുന്ന പവർ വിഷൻ. അവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ ശമുവേൽ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിന്നെ ഈ ഗിറ്റാർ അടിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, അതിനേക്കാൾ മഹത്വപൂർണ്ണമായ ഒരു ശുശ്രൂഷ നിനക്കുണ്ട്. ഞാൻ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാകുമായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ പല രോഗികളും സൗഖ്യമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിശയം തോന്നി, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹത്തിനതൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ നിന്നെ വടക്കേലിയിലേക്കാണ് ദൈവം കണ്ടിരിക്കുന്നത് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഞാൻ ഗിറ്റാർ എടുത്ത് കൂട്ടിവെച്ചു. ഞാൻ ബോംബേക്കിലേക്ക് വന്നു. പൈസകളാണ് അതിനുള്ള പണം അവിടെയുള്ള സഹോദരന്മാർ എനിക്ക് തന്നു. 120 രൂപയോളം ആവശ്യമായിരുന്നു. ഞാൻ ബോംബെയിൽ വന്നു. ബോംബെയിൽ വന്നപ്പോൾ ആരും എന്നെ അംഗീകരിച്ചില്ല. ഞാനൊരു ഗിറ്റാർ അടിക്കാരനാണ്. ചർച്ച് ഓഫ് ഗോഡ് യൂത്ത് സെൻ്ററിൽ വന്നു. അവിടെ വന്ന് വളരെ കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. ഭക്ഷണം പോലും കിട്ടാത്ത സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതിനുശേഷം ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ദേവദാസന്മാരുടെ എല്ലാം അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു. അവരെല്ലാം എന്നെ പ്രാർത്ഥിച്ചാണ് അയച്ചത്.
ഞാൻ ചെമ്പൂരൊക്കെ എന്നെ വിളിച്ചു. ചെമ്പൂര് ഞാനവിടെ താമസിക്കുമ്പോൾ ഒരു സഭയുടെ പാസ്റ്റർ കെ തോമസ് എന്ന് പറയുന്ന ദേവദാസൻ ഉല്ലാസം നാട്ടിൽ പോകുമ്പോൾ ഒരു മാസം എനിക്ക് ആ സഭയിൽ പോയി ശുശ്രൂഷിക്കേണ്ട അവസരം ഒരുക്കി. കൃപയാൽ എന്നോട് കൂടെ നല്ല യൗവനക്കാരുണ്ടായിരുന്നു. അവർ എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യും. ഞാൻ പല ഗാവുകളിൽ പോയി പ്രവർത്തിച്ച് അങ്ങനെ കുറച്ച് ആത്മാക്കളായിട്ട് ദൈവം എനിക്ക് തരാൻ ദൈവം സഹായിച്ചു. അങ്ങനെ KJOയോടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഡൽഹിയിൽ അന്ന് IPCയിൽ പഠിക്കാമെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് BTH അങ്ങനെ ഗ്രീൻ പാർക്കിലുള്ള KT തോമസിൻ്റെ നോർത്തേൺ റീജിയൻ 1979 ഞാൻ അവിടെ ചെന്ന് പഠിച്ചു. 80 മുതൽ അവിടെ ശുശ്രൂഷ ആരംഭിച്ചു. 81 ഞാൻ നാട്ടിൽ ചെന്നു. കത്തോലിക്ക ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് 5 വർഷം മഠത്തിലായിരുന്ന ഒരു സഹോദരിയെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നിൽക്കുന്ന ആ സഹോദരിയെ കർത്താവിനെ കല്യാണം കഴിക്കുവാൻ എനിക്ക് ദൈവം ഒരവസരം ഒരുക്കി. അങ്ങനെ ആ ഒരു ഞങ്ങൾ വീണ്ടും ഡൽഹിയിൽ വന്നു. 86 വരെ ഡൽഹിയിലുണ്ടായിരുന്നു. ഞാനാണ് ഗോൾ മാർക്കറ്റിലൊരു സഭ പുതുതായിട്ടുണ്ടാകുവാൻ കർത്താവ് സഹായിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതിനോടകം പല കാസറ്റുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. കൃപയാൽ ഞാനൊന്ന് കാര്യം പറയട്ടെ. ഈ വിഷയങ്ങളോടുണ്ടല്ലോ ഇവിടെ പ്രൈസലോട് 1981 പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ കൊയർ ലീഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം. കാരണം ഞാൻ പറയാം. എന്നോട് പെൺമണിയിലായിരുന്ന സമയത്ത് ഒരു അമ്മണി അമ്മാമ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനോട് തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇനി രാജാക്കന്മാരുടെ മുമ്പിൽ എൻ്റെ നാമത്തിൽ അതിൻ്റെ ഒരു നിറവേറ്റലായിരുന്നു. പ്രൈസലോട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ പേരിലുള്ള ബന്ധത്തിൽ ഗുജറാത്തിലും വിവിധ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ പേര് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അപ്പോൾ എനിക്ക് ഒരു കുട്ടി ജനിച്ചത് ഇങ്ങനെ അംഗവൈകല്യം കൊണ്ട് കുട്ടിയാണ്. അപ്പോൾ തന്നെ ജന്മന മുമ്പിൽ ഊമൻ ഒരു 9 വയസ്സുള്ള രാഹുലും ജന്മന ഊമനും ചെകടനുമായിരുന്നു. പ്രാർത്ഥനയാൽ സൂരത്തിൽ വെച്ച് 1995 നവംബർ മാസം 25-ാം തീയതി 13-ാം തീയതി ആ കുട്ടി സൗഖ്യം പ്രാപിക്കുകയാണ്. അപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് ദൈവത്തിന് സ്തോത്രം. പിന്നെ എനിക്ക് ബോംബെയിൽ ഈ കഴിഞ്ഞ നാളുകളിൽ ബോംബെയിലായിരുന്നു. ബോംബെയുടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ, ആദിവാസികളിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ മകന് നടക്കാൻ തീരെ നിവൃത്തിയില്ലാത്തൊരവസരമായി. അവനെ എടുത്തുകൊണ്ട് നടക്കാൻ കഴിയാതെ നിരന്തരം വലുതായി. അവൻ്റെ ഫോട്ടോയാണ്. അവൻ കാണാനൊക്കെ നല്ല യോഗ്യനാണ്. പക്ഷെ കാല് വളഞ്ഞിങ്ങനെ ഞങ്ങൾ രാത്രിയിൽ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാല് നിറങ്ങി ബാത്റൂമിൽ പോകുന്നതാണ്. എൻ്റെ ഹൃദയം തകമ്പെട്ടു. ഞങ്ങൾ പല ഡോക്ടർമാരെ ആശ്രയിച്ചവിടെ പറഞ്ഞ 19 വയസ്സുള്ള ഇവന് 18 വയസ്സുള്ള ഇവൻ്റെ കാൽ ഒരിക്കലും വീഴുക. ദൈവത്തിന് എന്നോടൊരു പ്രോമിസ് ഉണ്ടായിരുന്നു അവൻ്റെ കാലിൽ. അങ്ങനെ കൃപയാൽ അവനെ കേരളത്തിലേക്ക് വിളിച്ചു. ഒരു ഡോക്ടർ ഷിബു ജോൺ വർക്കി എന്ന് പറയുന്ന ഡോക്ടറുണ്ട്. റഷ്യയിൽ പഠിച്ചിട്ട് വന്നൊരു ഡോക്ടർ എല്ലീസറോ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സഹായിച്ചു. ഒരു കാലം നമ്മുടെ കാലം നടക്കുന്നു. കർത്താവിന് സ്തോത്രം. എൻ്റെ മൂത്ത മകൾക്ക് 20-ാമത്തെ വയസ്സിൽ അവളെ വിവാഹം ചെയ്തു വിട്ടു. രണ്ടാമത്തെ മകളെ 19-ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു. ദൈവത്തിന് എന്നോടുണ്ടായ വലിയ കരുണയാണ്. എൻ്റെ കുടുംബത്തെ ദൈവം അധികം ബ്ലസ് ചെയ്തു. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ ദൈവം ഇതുപോലെ അനുഗ്രഹിക്കും. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് 60 വയസ്സ് പ്രായമാണ്. ഈ 60-ാമത്തെ വയസ്സിൽ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാൻ ദൈവം ഒരിക്കലും അവസരം ഒരുക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ അമേരിക്ക കാണുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനിങ്ങനെ ബോംബെയിലിരുന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഓരോ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമാണ്. ഓരോന്നിനൊക്കെ ചുമട് കൊടുത്ത് അതിൻ്റെതൊക്കെ ആയി നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് ഇങ്ങനെ സാധിക്കുമോ. ഞാൻ വളരെ പ്രാർത്ഥിച്ചു. ബോംബെയിൽ ഞാൻ കിസാൻ നഗറിൽ താമസിക്കുന്ന പാഗൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥലമാണ് ബോംബെയിൽ. അവിടെയുള്ള ദേവദാസന്മാരുമായിട്ട് കാണുകയും അവരുമായിട്ട് സഹകരിക്കുകയും ചെയ്തു. അങ്ങനെ 10-20 പരം ചർച്ചുകൾ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട് ഒരു യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ സഭകളും കൂടെ ചേർന്ന് ഒരു സന്തോഷമായിട്ട് ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവർക്ക് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് എന്നുള്ള പേരിൽ അതാത് സഭകൾ തന്നെയാണ്. എന്നാൽ ഞങ്ങൾ എല്ലാവരും മാസന്മാരെല്ലാ മാസം ഒന്നിച്ചു കൂടി ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ പ്രസിഡൻ്റായിരിക്കും ദൈവർക്ക് അവസരം ധാരാളം അവിടെയുള്ള നേതാക്കന്മാരെയൊക്കെ സംഘടിപ്പിച്ച് മീറ്റിങ്ങുകളൊക്കെ നടത്തുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ദൈവം വലിയ ദൈവം. ദൈവം ഈ ഭൂമിയിൽ
ഇതുപോലെ പ്രവർത്തിപ്പാൻ കഴിവുള്ള, വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമല്ലെന്ന ഒരു ദൈവം, വേറൊരു ദൈവമില്ല. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടും. ഇതിനൊന്നും എനിക്കൊരു യോഗ്യതയില്ല ഉള്ളയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നല്ലോണം ഗിറ്റാർ വായിക്കും, മ്യൂസിക് കമ്പോസ് ചെയ്യും, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളതല്ലാതെ എനിക്ക് മറ്റു പ്രാപ്തിയൊന്നുമില്ല. പക്ഷെ എന്നെ പ്രാപ്തനാക്കുന്ന ഒരു, നമുക്ക് പ്രാപ്തി നൽകുന്ന ഒരു നല്ല ദൈവം, അവന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ, നമ്മൾ സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ സമർപ്പണത്തെ അംഗീകരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ദൈവത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ. പ്രൈസ് ദി ലോർഡ്.